السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسول رب العالمين وعلى آله وأصحابه أجمعين. أما بعد فاتقوا الله عباد الله. وعن براء بن عازب رضي الله عنه قال كان رسول الله صلى الله عليه وسلم سئل من اتقى من الأضحى قال رسول الله صلى الله عليه وسلم أربع الأرجاء بينة. رواه أحمد. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, തഖ്വയോടെ ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. ഉളഹിയത്തുമായി ബന്ധപ്പെട്ടാണ് നാം ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ പ്രവാചക ഹദീസിലും ഉളഹിയ ഇസ്ലാം അനുവദിച്ചിരിക്കുന്നത് ആട്, മാട്, ഒട്ടകങ്ങളാണ്. നമ്മുടെ സാഹചര്യം അനുസരിച്ച് ഒട്ടകം ചർച്ചക്ക് വരുന്നില്ല. ആടും മാടുകളുമാണ്. പോത്ത്, എരുമ, പശു തുടങ്ങിയ മൃഗങ്ങളാണ് മാട് വിഭാഗത്തിൽ ഖുർആൻ പെടുത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും ശ്രേഷ്ഠത ആടാണ്. ഏറ്റവും പവിത്രമായത് ആടാണ്. കാരണം 37-ാം അധ്യായം സൂറത്ത് സോഫാത്തിലെ 11 ആയത്തുകളിലൂടെയാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാമയുടെ അറവുമായി ബന്ധപ്പെട്ട ഖുർആൻ ആയത്ത്. അവിടെ ഇസ്മായിൽ നബിയെ മിനായുടെ മുകളിൽ കിടത്തുന്നു. നമുക്ക് ഹജ്ജിന് പോകുമ്പോൾ ആ കല്ലിപ്പഴും കാണാൻ കഴിയും. പ്രത്യേകിച്ച് പവിത്രതയൊന്നുമില്ല. നമ്മുടെ മിനായിലെ മുസ്തലിഫയിലേക്ക് പോകുമ്പോൾ അവിടെ എത്തുണ്ടത് ആരോ കാണിച്ചിട്ടുണ്ട്. പോകുന്ന ആളുകൾക്ക് അറിയാൻ കഴിയും. ആ ആരോ നേരെ കാണുന്ന വെളുത്ത കല്ലാണ്. അവിടെയാണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാമയെ കടത്തിയത്. അത് മുഖത്തോട് മുഖം നോക്കുന്ന രൂപത്തിലാണ് എന്നൊക്കെ ഹദീസിൽ കാണാൻ കഴിയും. അതൊരു അടയാളം മാത്രമാണ്. അതിന് പ്രത്യേകിച്ച് പ്രത്യേകതകളോ തൊട്ടുമുത്തലോ അല്ലെങ്കിൽ ഒന്നുമില്ല. ഇസ്ലാമിൽ അങ്ങനെ ഒന്നുമില്ല. അപ്പൊ അങ്ങനെ അറുക്കാൻ പോയ സമയത്താണ് അല്ലാഹ് പറഞ്ഞത്, ഖദ് സദഖത റുഇയ ഇന്ന കദാലിക നജ്സുൽ മുഹ്സിനീൻ. നിനക്ക് ഞാൻ സ്വപ്നത്തിലൂടെ അറിയിച്ചു തന്നു, നീ അതിന് തയ്യാറായി. 100-ാമത്തെ വയസ്സിൽ കിട്ടുന്ന ഇസ്മായിൽ നബി, അവിടെ ചരിത്രപരമായിട്ട് കാണുന്നത് 13-ാമത്തെ വയസ്സിലാണ് ഇസ്മായിലിനെ അറുക്കാൻ അല്ലാഹ് ഓർഡർ ഇടുന്നത്. 13-ാമത്തെ വയസ്സിൽ. അത് സൂറത്ത് സോഫാത്തിൽ അല്ലാഹ് വിശദീകരിക്കുന്നുണ്ട്. 13 വയസ്സെന്ന് പറയുമ്പോ ഒരു പിതാവിന്റെ കൈപിടിച്ച് കൂടെ നടക്കുന്ന പ്രായം. പറഞ്ഞു വന്നത്, അവിടെ അല്ലാഹു തആല ഒരു ആടിനെ കൊടുത്തു എന്നാണ്. അത് എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു എന്നൊന്നും ചിന്തിക്കാൻ പാടില്ല. അത് ഏത് രൂപത്തിലാണ് കിട്ടിയത്, എങ്ങനെ താടാണ്, ചെമ്പരിയാടാണോ കൊമ്പുള്ളാടാണോ, അതൊന്നും ചിന്തിക്കരുത്, പാടില്ല. അങ്ങനെയാണ് തഫ്സീർ പഠിപ്പിക്കുന്നത്. ഒരു ആടിനെ കൊടുത്തു. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ നിൽക്കാണ് മുസ്ലിം ഉമ്മത്തിന് ഉളഹിയ്യത്ത് കടന്നു വരുന്നത്. പക്ഷേ ഉളഹിയ്യത്ത് എന്ന പദം ഖുർആനിൽ ഇല്ല. അത് ഇൻഷാ അല്ലാഹ് പിന്നെ വിശദീകരിക്കാം. ഉളഹിയ്യ എന്ന് പറയുന്ന പദം ഖുർആനിൽ കാണാൻ കഴിയില്ല. നാളെ ഞാൻ വിശദീകരിക്കാം. പറഞ്ഞു വന്നത്, ഇപ്പൊ ആടാണെങ്കിൽ ഒരാൾക്ക്, ഒരു കുടുംബത്തിന്. മറ്റു മൃഗങ്ങളാണെങ്കിൽ 1 മുതൽ 7 വരെ ഷെയർ ചേരാം. ഒരാൾക്ക് ചെയ്യാം, ഒരു പോത്തിന് വെച്ച് വറക്കാം. 2 ആൾക്ക് ചെയ്യാം, 3 ആൾക്ക് ചെയ്യാം, 4 പേർക്ക് ചെയ്യാം, 5 പേർക്ക് ചെയ്യാം, 6 പേർക്ക് ചെയ്യാം, 7 പേർക്ക് ചെയ്യാം. 8 പാടില്ല. അതാണ് പ്രവാചക ഹദീസ് അനുസരിച്ച്. മാത്രമല്ല മറ്റൊരു ഹദീസിൽ കാണാം, ഒരാള് പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് അറുത്താൽ, അങ്ങനെ സംഭവിക്കാറില്ല, അങ്ങനെ ചെയ്താൽ അയാൾ വേറെ മൃഗത്തെ അറക്കണം. ഏതുപോലെ ചെറിയ പെരുന്നാളിന് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് നിസ്കാരത്തിന് മുമ്പാണ്.
ശരിക്കും പഠിക്കണം. ഇസ്ലാമിന്റെ ഓരോ വിഷയങ്ങൾ പഠിക്കേണ്ടതാണ്. ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പാണ്. അത് കൊടുത്തിട്ട് വേണം പെരുന്നാൾ നിസ്കാരത്തിന് വരാൻ. ചെറിയ പെരുന്നാളിന് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞാണ് കൊടുക്കുന്നതെങ്കിൽ ഫിത്ർ സക്കാത്ത് ആകൂല, അരിയേ ആകത്തുള്ളൂ. ശരിക്കും പഠിക്കണം. ഉദ്ഹിയ്യത്ത് നിസ്കാരത്തിന് മുമ്പ് ഒരാൾ അറുത്താൽ ഉദ്ഹിയ്യത്ത് ആകില്ല, ഇറച്ചിയേ ആകത്തുള്ളൂ. അയാൾ എന്ത് ചെയ്യണം? വീണ്ടും ഒരു മൃഗത്തെ മേടിച്ച് അറക്കണം. ഒരുപാട് വിധികളുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഷെയർ. ഇനി മൃഗം വാങ്ങിച്ച ആളുകൾ, അതിനുവേണ്ടി ശ്രദ്ധിക്കുന്ന ആളുകൾ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പൂർണ്ണമായ ആരോഗ്യമുള്ള, ന്യൂനതകളില്ലാത്ത, കുളമ്പിന് കേടില്ലാത്ത, ചെവി മുറിയാത്ത, കണ്ണ് കാണാൻ കഴിയാത്ത, മജ്ജയും മാംസവും ഇല്ലാത്ത മെലിഞ്ഞ മൃഗത്തെ വാങ്ങാൻ പാടില്ല. വില കുറച്ച് കിട്ടിയാലും വാങ്ങരുത്. ഇനി വാങ്ങിയതിന് ശേഷം ഒരു അപകടം പറ്റി, കുഴപ്പമില്ല. വാങ്ങിയതിന് ശേഷം എന്തെങ്കിലും പക്ഷികൾ കുത്തുകയോ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ കുഴപ്പമില്ല, നിങ്ങൾ ഉത്തരവാദിയല്ല. വാങ്ങുന്ന സമയം കുളമ്പ് നോക്കണം, കണ്ണിന്റെ കാഴ്ച നോക്കണം, ചെവി മുറിയാൻ പാടില്ല, മെലിഞ്ഞൊട്ടി മാംസമില്ല, അത് കൊണ്ടുപോകില്ല. കുറച്ചെന്നാ മതി, കുറച്ച് പിണ്ണാക്കും ഒക്കെ കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, വളർത്തി പറ്റില്ല. അത് വാങ്ങുമ്പോൾ തന്നെ ശ്രദ്ധിക്കണം, നോക്കി. അതുകൊണ്ടാണ് ഹദീസിൽ പറഞ്ഞത്, കാണാൻ ഭംഗിയുള്ള, മജ്ജയുള്ള, മാംസമുള്ള, ആളുകൾക്ക് ഇമ്പം തോന്നുന്ന മൃഗമായിരിക്കണം ഉദ്ഹിയ്യത്തിന്റെ മൃഗം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ചെമ്പരിയാടിനെ, നല്ല ഭംഗിയെ കാണാൻ നല്ല ഭംഗിയാണ് ചെമ്പരിയാടിനെ ഹദീസുകളിലൊക്കെ കാണാൻ കഴിയും. സ്വഹാബത്ത് കൂടുതലും ചെമ്പരിയാടിനെ അറുത്തിരുന്നു, കോലാടിനെ അറുത്തിരുന്നു, ന്യൂനതകളില്ലാത്ത. അപ്പൊ വാങ്ങിയ ആളുകൾ ശ്രദ്ധിക്കുക, ഈ ന്യൂനതകളില്ലാത്ത മൃഗമായി പിന്നെ അതിനെ പരിപാലിക്കണം. ഏറ്റവും സുന്നത്താണ്. കൃത്യമായി അതിനെ കൃത്യസമയത്ത് അതിനെ കുളിപ്പിക്കണം, അതിന് വെള്ളം കൊടുക്കണം, അതിന് ഭക്ഷണം കൊടുക്കണം, നല്ലതുപോലെ അറുക്കുന്നത് വരെ നല്ലതുപോലെ അതിനെ പരിപാലിക്കണം. ഇത്രയും കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട ഹദീസുകളിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്നത്. അവസാനം പറയുന്നു, ഉദ്ഹിയ്യത്തിന്റെ മൃഗം ഇസ്ലാമിന്റെ അടയാളമാണ്, ഇസ്ലാമിന്റെ ചിഹ്നമാണ്. ഏതുപോലെ ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാ, സഫ അത് അടയാളമാണ്, മർവ അടയാളമാണ്, കഅബാലയം അടയാളമാണ്, സംസം അടയാളമാണ്, മുസ്തലിഫ അടയാളമാണ്, മിന അടയാളമാണ്, അതുപോലെ തന്നെ അറഫ അടയാളമാണ്. അതുപോലത്തെ അടയാളമാണ് നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ഉദ്ഹിയ്യത്തിന്റെ മൃഗം. അത് എന്ത് ചെയ്യണം? ആ ആദരവോടെ, ആ ബഹുമാനത്തോടെ, അല്ലാഹ് പറഞ്ഞതുപോലെ അതിനെ പരിപാലിക്കാനും അതിന്റെ പ്രതിഫലം കിട്ടാനുമുള്ള പ്രവാചക സുന്നത്തുകൾ ജീവിതത്തിൽ ഉണ്ടാവണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. رب ارحمهما كما ربونا صغارا. السلام عليكم ورحمة الله وبركاته. سبحانك اللهم ربنا وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.